ചോദ്യം നബിയെ സംബന്ധിച്ച. നബിയുടെ രൂപം തന്നെ കാണിച്ചു തന്നിട്ട് മലക്കുകൾ നമ്മളോട് ചോദിക്കും, വിചാരത്തിൽ ഈ മനുഷ്യനെ അറിയോ? അവിടെ അറിയും ഇതെന്റെ മുഹമ്മദ് നബിയാണെന്ന് ഒരാൾക്ക് പറയാൻ കഴിയണമെങ്കിൽ ഇവിടെ ഒരു ആത്മബന്ധം വേണം. ആ ആത്മബന്ധത്തിന്റെ ഇന്ധനം നബിത്തങ്ങൾ പഠിപ്പിക്കുന്നത് സ്വലാത്ത്. അപ്പൊ ഖബറിലും രക്ഷ സ്വലാത്ത്, ദുനിയാവിലും രക്ഷ സ്വലാത്ത്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാർക്ക് പ്രയാസങ്ങളുണ്ടോ? ആ പ്രയാസങ്ങൾ മാറിക്കിട്ടാൻ വേറെ എവിടെയും ഉണ്ട്. നബിയുടെ പേരിലുള്ള സ്വലാത്തില്ല. ഒരൊറ്റ സ്വലാത്തിന്റെ അത്ഭുതം കേൾക്കണോ എന്റെ ഉമ്മമാർക്ക്? എന്റെ സഹോദരിമാർക്ക് പ്രയാസമുണ്ടോ? മത്സ്യബന്ധനത്തിന് പോകുന്നുണ്ട് എന്റെ ഭർത്താവ്, അല്ലെങ്കിൽ അത് കച്ചവടം നടത്തുന്നുണ്ട് എന്റെ ഭർത്താവ്, രാപ്പകലില്ലാതെ അധ്വാനിക്കുന്നുണ്ട്, പക്ഷെ കടത്തിൽ നിന്ന് ഇതുവരെ കയറിയിട്ടില്ല. പ്രയാസമുണ്ടോ? നബിയുടെ മേലെ സ്വലാത്തില്ല. അള്ളാഹു ഉത്തരം തരും. അള്ളാഹ് ഉത്തരം തരും. 100 കണക്കിന് സംഭവങ്ങളും വലിയ വലിയ മഹത്തുക്കൾ ഉദ്ധരിക്കുന്നുണ്ട്. മഹാനായ അബുൽ ഹസൻ ശാദുലി തങ്ങളെ പോലെ, മഹാനായ അബുൽ അബ്ബാസ് മുദ്സി തങ്ങളെ പോലെ, മഹാനായ യാഖൂബ് അർശി തങ്ങളെ പോലെ, മഹാനായ അബൂ യസീദ് അൽ-ബിസ്താമി തങ്ങളെ പോലെ വലിയ വലിയ മഹത്തുക്കൾ, നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത, അളക്കാറുള്ള ഇൽമിന്റെ അളവുകോലുകൾ ഒന്നും ലോകത്തിൽ ഇല്ലാത്ത വിധം അല്ലാഹു ഇൽമിന്റെ സമുദ്രങ്ങളാക്കി മാറ്റിയ മഹത്തുക്കൾ. അവര് പഠിപ്പിക്കുന്ന സ്വലാത്തിന്റെ അത്ഭുതകരമായ മഹത്വങ്ങൾ അറിഞ്ഞാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ സമയം മുഴുവൻ അവൻ സ്വലാത്തിന് ചെലവഴിക്കും. നമുക്കത് അറിയില്ല, നമ്മളത് പഠിക്കാൻ തയ്യാറുമില്ല. ചാനലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും പ്രശ്നങ്ങൾ പറഞ്ഞാൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഒരു സംഭവം ശ്രദ്ധിക്കേണ്ട പ്രിയപ്പെട്ടവരെ. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അനുഭവം പറയും. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് പ്രയാസമുണ്ടോ, മക്കളെ രോഗമുണ്ടോ, അല്ല കടമുണ്ടോ, മക്കളെ പഠന അലസതയുണ്ടോ, മടിയുണ്ടോ, ഇതൊക്കെ മാറി കിട്ടുമ്പോ സ്വലാത്ത് എഴുതിയിട്ട് റബ്ബിനോട് പറയും, പടച്ചോനെ പരിഹരിച്ചെന്നെ, ഈ സ്വലാത്തിന്റെ മറക്കത്തുകൊണ്ട് പരിഹരിച്ചെന്നെ. എന്റെ വീട്ടിൽ നിന്ന് എന്റെ ഭർത്താവ് ഇറങ്ങിയ ജോലിക്ക് വേണ്ടിയിട്ട് നിരാശപ്പെടുത്താതെ ഹലാലായ മാർഗത്തിലൂടെ വലിയ സമ്പത്തോടെ തിരിച്ചെത്തിച്ചു തന്നെ റബ്ബി. അതിനു വേണ്ടി കുട്ടികൾക്ക് 100 സ്വലാത്ത്, 1000 സ്വലാത്ത് അല്ലാഹു ഉത്തരം തരും. അല്ലാഹു ഉത്തരം തരാതിരിക്കില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി പ്രമുഖൻ പറയും, മദീനയിലെ മുത്ത് റസൂലുള്ളാഹിയുടെ മജ്‌ലിസിൽ ഞങ്ങൾ ഇരിക്കും. നബി തങ്ങളാണെങ്കിൽ ഞങ്ങളോട് നല്ല രീതിയിൽ ദീനിങ്ങനെ പറഞ്ഞു തരണം. ആ സുന്ദരമായ ദീന് മൂജദായ കലാമിനോട് അർത്ഥഗർഭമേറിയ ആശയങ്ങൾ ചെറിയ വാക്കുകളിൽ പോലും ഒതുക്കി നിർത്തിയിരിക്കുന്ന സുന്ദരമായ പ്രസംഗം. ആ പ്രസംഗം ഞങ്ങൾ ഇങ്ങനെ കേട്ട് നബി തങ്ങളിൽ അങ്ങനെ ലയിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഞങ്ങളുടെ കൂട്ടത്തിൽ നടന്നു വരാറുള്ള ഒരു സ്വഹാബി അന്ന് സാധാരണയ്ക്ക് വിപരീതമായി ഒരു ഒട്ടകപ്പുറത്ത് വരെയുണ്ട്. അപ്പൊ ഞങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചു. കാരണം ഇന്നലെ വരെ നടന്നു വന്ന ആള് ഇന്ന് ഒട്ടകപ്പുറത്തുണ്ട്. അത് തന്നെ നല്ല ഉഷാറായ നല്ലൊരു ഒട്ടകം. അപ്പൊ ഞങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചു, നല്ല ഒട്ടകമാണല്ലോ, ഇയാൾ ഇത് എവിടുന്ന പൈസ കൊടുത്ത് വാങ്ങി, നല്ല പൈസ ഉണ്ടായിരുന്നു തോന്നുന്നു. നല്ല ഒട്ടകം, അതിന്റെ കളറ്, അതിന്റെ രൂപം, അതിന്റെ ഭംഗി. അറബികളുടെ ഏറ്റവും നല്ല വാഹനമാണ് ഒട്ടകം. ഇപ്പോഴാണ് അതൊക്കെ മാറിയത്. അപ്പൊ ആ ഒട്ടകം ഇങ്ങനെ വിലയിരുത്തി, കൊള്ളാം, നല്ല ഒട്ടകം. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോ അദ്ദേഹം ഒട്ടകത്തെ കൊണ്ടുവന്ന് ഒരു സൈഡിൽ കെട്ടി, എന്നിട്ട് നേരെ നബിത്തങ്ങളുടെ മജ്‌ലിസിലേക്ക് വന്നിരുന്നു. നബിത്തങ്ങൾ തന്റെ സാഹൂദ് എങ്ങനെ വീക്ഷിക്കാനും നബിയും ഇതിനിടയിൽ ശ്രദ്ധിച്ചു ആ ഒട്ടകത്തെ. നബി വീണ്ടും അങ്ങനെ ക്ലാസ് തുടങ്ങി. ഒരു ഇച്ചിരി നേരം കഴിയുമ്പോ വേറൊരാളിങ്ങനെ അലറി കരഞ്ഞു വരേണ്ടി നബിയുടെ മുമ്പിലേക്ക്. അതേ അലറി കരഞ്ഞുകൊണ്ട് വന്നിട്ട് അല്ലാഹുവിന്റെ മുത്തുനബിയുടെ മുമ്പിലെത്തി. وأين فرار الخلق إلا إلى الرسل. അല്ലാഹുവിന്റെ മുത്തുനബിയുടെ മുമ്പിലെത്തിയിട്ട് അദ്ദേഹം വെപ്രാളപ്പെടുന്നു, തന്റെ അസഖ്യത പ്രകടിപ്പിക്കുന്നു. മുത്ത് നേതാവിനോട് പറഞ്ഞു, മുത്ത് റസൂലുള്ളാഹ്, ഞാൻ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്തായി കൊണ്ടു നടക്കുന്ന എന്റെ വീട്ടിൽ ഒരു മൃഗമുണ്ടായിരുന്നു. എന്റെ ഓമന മൃഗമായ ഒരു ഒട്ടകം. ഇന്നലെ രാത്രി മുതൽ എന്റെ ഒട്ടകത്തെ കാണാനില്ല. ഇന്നലെയും ഞാൻ അതിന്റെ ഭക്ഷണം കൊടുത്തു, അതിന് വെള്ളം കൊടുത്തു, അതിനെ കെട്ടുന്ന ആലയിലേക്ക് കൊണ്ടുപോയി കെട്ടിയിട്ടു. പക്ഷേ രാവിലെ എഴുന്നേക്കുമ്പോ ആലയിൽ എന്റെ ഒട്ടകമില്ല റസൂലുള്ളാഹ്.
അത്രത്തോളം സ്നേഹത്തോടെ ഞാൻ വളർത്തിയ എന്റെ ജീവിയാണ്, ഓമന മൃഗമാണ്. അതിന്റെ നിറം ഇങ്ങനെയാണ്, അതിന്റെ പൂജ ഇങ്ങനെയാണ്, അതിന്റെ കഴുത്തിങ്ങനെയാണ്, അതിന്റെ വർണ്ണം ഇങ്ങനെയാണ്, അതിന്റെ കണ്ണിങ്ങനെയാണ്, അതിന്റെ ഓരോ ഘടനകളും വിവരിച്ചു കൊടുക്കുന്നു. എനിക്ക് വേണ്ടി ഇടപെടണേ നബിയേ. ഈ സ്വഹാബി ഇങ്ങനെ വന്നതിന് വെപ്രാളപ്പെട്ട് സങ്കടപ്പെടുകയാണ്. ഇതിങ്ങനെ കേട്ട് തീർന്നിട്ട് നബി തങ്ങളെ സദസ്സിൽ നിന്ന് അലിയെ തങ്ങളെ അടുത്തേക്ക് വിളിച്ചു. അലിയെ അടുത്തേക്ക് നബി വിളിച്ചു, അലിയെ ഇയാളെ ഒട്ടകം കാണാതെ പോയി എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്ന അയാളെ ഒട്ടകത്തെ ആരെ മോഷ്ടിച്ചുകൊണ്ട് പോയി എന്ന് പറയുന്നു. ആ പറയുന്ന ഒട്ടകം നേരത്തെ മറ്റേ ആള് വന്ന് ഇറങ്ങിയ ഒട്ടകമില്ലേ? അപ്പൊ അലീറിയതാണ് നബിയെ അങ്ങ് ശ്രദ്ധിച്ചു. അയാൾ പറയുമ്പോഴൊക്കെ ഞാനും ആലോചിക്കും, നേരത്തെ മറ്റേ ആള് വന്നിറങ്ങിയ ഒട്ടകമാണ്. അന്ന് സ്വഭാവമാണ്, മറ്റേ ആള് വന്നിറങ്ങിയ ഒട്ടകമാണല്ലോ. അപ്പൊ പിന്നെ എന്താ ഈ പറയണത്? ഇയാളുടെ കയ്യിൽ ഈ ഒട്ടകം ഉണ്ടായിരുന്നു നാട്ടുകാർക്കൊക്കെ അറിയാൻ പിന്നെ മറ്റേ ആളെ വിളിക്കാൻ പറ്റും. ഈ ഒട്ടകപ്പുറത്ത് വന്നിറങ്ങിയ ആളെ വിളിക്കാൻ പറ്റും. അങ്ങനെ അദ്ദേഹത്തെ വിളിച്ചു. നബി തങ്ങൾ ഇബ്നു അബ്ബാസ് തങ്ങളുടെ സാക്ഷിയാണ്. എല്ലാവരും നോക്കിയിരിക്കുമ്പോൾ ചോദിച്ചു, ഈ ഒട്ടകം എവിടെ നിന്ന് കിട്ടി? അത് ഞാൻ മാർക്കറ്റിൽ നിന്ന് വാങ്ങി. ഈ ഒട്ടകം അദ്ദേഹത്തിൻ്റെതാണ് എന്നതിന് ഈ ജനങ്ങളൊക്കെ സാക്ഷിയാണ്. അപ്പൊ നിങ്ങൾ ഇന്നലെ വാങ്ങിയെന്ന് പറയുമ്പോൾ ഞാനത് വിശ്വസിക്കുന്നു. കാരണം മുഹമ്മദ് നബിയോടാണ് പറയുന്നത്, മൂമിനാണ് പറയുന്നത്, സ്വഹാബിയാണ്. അതുകൊണ്ട് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. പക്ഷേ തെളിവ് ഹാജരാക്കണം. കാരണം ഇത് മറ്റൊരാളുടേതാണെന്ന് അയാൾ ഉറപ്പുവരുത്തിയ നാട്ടുകാരറിഞ്ഞ ജീവിയാണ്. അപ്പൊ അത് നിങ്ങൾ വാങ്ങി എന്നുള്ളത് മുഹമ്മദ് നബി വിശ്വസിക്കും. പക്ഷെ അതറിയാത്ത ഈ ജനങ്ങളുടെ മുമ്പിൽ അതിന്റെ തെളിവ് വേണ്ടേ? അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വാങ്ങുന്ന നേരത്ത് ആരെങ്കിലും ഈ കൂട്ടത്തിൽ കണ്ടവരുണ്ടോ എങ്കിൽ അയാളെ ഒന്ന് ചോദിയാൽ മതി. അപ്പൊ അയാളത് സമ്മതിച്ചാൽ മതി, തെളിവായി. അപ്പൊ നിങ്ങൾ വാങ്ങിയതാണെന്ന് വിശ്വസിക്കാം. അതേ പരക്കെ നോക്കിയിട്ട് വിഷമിക്കാൻ തുടങ്ങി. നേരം വെളുത്തുകൊണ്ട് മാർക്കറ്റുകൾ ഉണരുന്നതിന് മുമ്പ് നേരത്തെ മാർക്കറ്റിലെത്തിയതാണ്. മുത്ത് റസൂലുള്ളാഹിയുടെ സദസ്സിലൊന്ന് പങ്കെടുക്കണമെന്നുള്ള വ്യഗ്രതയോടുകൂടി വർഷങ്ങളായുള്ള മോഹമാണ് ഒരു ഒട്ടകം സ്വന്തമാക്കണമെന്ന്. ആ മോഹത്തോടെ മാർക്കറ്റിലെത്തിയതാണ്. ആ നേരത്ത് വല്ലാതെ മാർക്കറ്റ് ഉണർന്നിട്ടില്ല. തനിക്ക് പരിചയമുള്ളവരാരും അവിടെ വന്നിട്ടില്ല. ആ നേരത്ത് തന്റെ മുമ്പിൽ കാണപ്പെട്ട മൃഗം നല്ല മൃഗമാണെന്ന് ബോധ്യപ്പെട്ടപ്പോ വാങ്ങിയതാണ്. അവര് ചോദിച്ച പണം കൊടുത്ത് വാങ്ങിയതാണ്. പക്ഷേ താൻ വാങ്ങുന്നതാരും കണ്ടിട്ടില്ല. ഇനി എന്ത് ചെയ്യും? അള്ളാഹുവിന്റെ മുത്തനബി നോക്കിക്കേ, സ്വഹാബാക്കളൊക്കെ നോക്കി നിൽക്കേ. അദ്ദേഹത്തിന്റെ മനസ്സിങ്ങനെ ഉരുകി, മനസ്സിങ്ങനെ പൊട്ടാൻ തുടങ്ങി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയേ, അഭിമാനം നഷ്ടപ്പെട്ടു പോകുന്നവന്റെ എല്ലാ ക്ഷീണവും ആ യുവാവിന്റെ മുഖത്ത് തെളിയുന്നു. ശരീരമാകെ വിയർക്കുന്നു. അദ്ദേഹം നാണം കെട്ടവന്റെ അവസാനത്തെ ചലനം എന്നോണം തന്റെ വലത് കാലിന്റെ പെരുവിരൽ മദീനയിലെ മണൽ മണ്ണിലേക്ക് കുത്തി താഴ്ത്തുന്നു. ഈ ഭൂമി അങ്ങ് കുഴിഞ്ഞ് മരിച്ചു പോയെങ്കിൽ എന്നായിരിക്കാം അഭിമാനം നഷ്ടപ്പെടരുത്. അതിന് ചെറിയ പണിയല്ലോ. അല്ലാഹു അഭിമാനം നഷ്ടപ്പെടുത്തപ്പെടുന്ന എല്ലാ സംഗതികളിൽ നിന്നും, അവസ്ഥകളിൽ നിന്നും, സാഹചര്യങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ സലാമത്താക്കുവാണ്. ജീവനക്കാരും വലിയ അഭിമാനത്തിൽ അത് നഷ്ടപ്പെടുക എന്നുള്ള ചെറിയ പണിയല്ല. അതല്ലേ വഴി. പരിശുദ്ധമായ കഅബയുടെ പുനർനിർമ്മാണത്തിന്റെ പൂർത്തീകരണത്തിന് ശേഷം ഇനി എന്ത് വേണം? ഇബ്രാഹിം നബിയോട് റബ്ബിന്റെ ചോദ്യം വരുന്ന ഭാഗത്ത് എന്ത് ചോദിച്ചാലും ഉത്തരം കിട്ടുമെന്ന് കണ്ടപ്പോ ഇബ്രാഹിം നബി ആ നേരത്ത് മനമുരുകിക്കൊണ്ട് റബ്ബിനോട് പറഞ്ഞ വാക്ക് ഫലാ തുഖ്സിനി യൗമ യുബ്അസൂൻ. ഇബ്രാഹിമിനെ നാണം കെടുത്തരുതേ അല്ലാഹ്. ഇബ്രാഹിമിനെ കളിയാക്കരുതേ അല്ലാഹ്. ഇബ്രാഹിമിന്റെ മാന്യത തകർക്കരുതേ അല്ലാഹ്. ഇബ്രാഹിമിനെ അവഹേളിക്കരുതേ അല്ലാഹ്. ഇബ്രാഹിം നബി പോലും അള്ളാഹിനോട് തേടിയ ആ തേട്ടത്തിന്റെ വില എത്രയാ?
അതേപോലെ ഇബ്നു അബ്ബാസ് തങ്ങൾ നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വലതുകാലിന്റെ പെരുവിരൽ ഇങ്ങനെ മദീനയിലെ മണൽപ്പരപ്പിലൂടെ കുത്തിത്താഴ്ത്തിയാണ്. ഭൂമിയെങ്ങാനും ഒന്ന് പൊട്ടിയിരുന്നെങ്കിൽ ജീവനോട് അതിന്റെ ഉള്ളിൽ അങ്ങ് ആണ്ടുപോയെങ്കിൽ. കാരണം അല്ലാഹുവിന്റെ മുത്ത് റസൂലിന്റെ മുമ്പിൽ താൻ നാണംകെടെ തന്റെ സമകാലികരുടെ മുമ്പിൽ, തന്റെ സമശീർഷരുടെ മുമ്പിൽ, തന്റെ കൂട്ടുകാരുടെ മുമ്പിൽ തന്റെ അഭിമാനം വെച്ച് ചീന്തപ്പെടെ ഒരാളെയും തന്റെ വിശ്വാസ്യതയ്ക്ക് വേണ്ടിയിട്ട് സാക്ഷിയാക്കാൻ പറ്റുന്നില്ല. ഒരാളും ആ ഒട്ടകത്തെ വാങ്ങുന്നത് കണ്ടിട്ടുമില്ല. എന്ത് ചെയ്യും? അവിടെ അങ്ങനെ എന്തെങ്കിലും ഒരു നിരപരാധിത്വം തെളിയിക്കാനുള്ള കാരണം ഉണ്ടായില്ലേ, അതേ കള്ളനാക്കി ചിത്രീകരിക്കപ്പെടും കാര്യകാരണ ലോകത്ത്. അല്ലെങ്കിൽ അത്ഭുതകരമായി നിരപരാധിത്വം തെളിയിക്കപ്പെടണം. ഇതൊക്കെ നബി തങ്ങൾക്കറിയാം. നബി അദ്ദേഹത്തെ ഇങ്ങനെ നോക്കി നിൽക്കണം. നോക്കി നിൽക്കുമ്പോ എല്ലാരും അദ്ദേഹത്തെ നോക്കി നിൽക്കുമ്പോ പെട്ടെന്ന് അദ്ദേഹം അവിടെ നിന്നിട്ട് അദ്ദേഹത്തിന്റെ ചുണ്ട് ചലിപ്പിച്ചു. എന്തോ ഒരു മന്ത്രം ചൊല്ലിപ്പിച്ചു. ഈ മന്ത്രം ചെല്ലുമ്പോ മുത്ത് നബി നോക്കുമ്പോ അദ്ദേഹം ആ മന്ത്രം ചൊല്ലി തീർന്ന ഉടനെ ആകാശത്തിന് വ്യതിയാനുണ്ട്. ആകാശത്തിൽ നിന്ന് നിറഞ്ഞ കൂട്ടം കൂട്ടമായി മലക്കുകൾ ഇറങ്ങാൻ തുടങ്ങി. ഇത് വേറെ കാണുന്നില്ല, നബി തങ്ങൾ കാണുന്നു. ആ മലക്കുകൾ അത്രയേറെ എണ്ണാൻ കഴിയാത്ത മലക്കുകൾ ഇറങ്ങിയിട്ട് അദ്ദേഹത്തിന്റെ ഓരത്ത് വന്നിട്ട് അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് നിർഗളിച്ച ആ ചെറുമന്ത്രത്തെ ബഹുമാനത്തോടുകൂടി അവരെടുത്തു. അതേ ശറഫോടുകൂടി ബഹുമാനാദരവുകൾ നൽകി ആ ചെറുമന്ത്രത്തിന് അകമ്പടി സേവിച്ചുകൊണ്ട് എണ്ണിയാലൊടുങ്ങാത്ത കോടിക്കണക്കിന് മലക്കുകളോടൊപ്പം ആ ചെറുമന്ത്രത്തെ അങ്ങനെ തന്നെ ഉയർത്തി തിരിച്ചു പോവുകയും ചെയ്തു. ഇത് നബി മാത്രമേ. ഈ ഒരു അത്ഭുതം നടന്നു തീർന്ന ഉടനെ അദ്ദേഹം വന്നിറങ്ങിയ ഒട്ടകം റസൂലുള്ളാഹിയുടെ മുമ്പിലെത്തുന്നു. എന്നിട്ട് നബി തങ്ങൾക്ക് സലാം പറയുന്നു. അസ്സലാമു അലൈക യാ ഖൈറൽ അനാം. അസ്സലാമു അലൈക യാ ബദ്റത് തമാം. അസ്സലാമു അലൈക യാ സയ്യിദൽ അറാബി വൽ അഅജാം. അത്ഭുതത്തോടെ സ്വഹാബത്ത് നോക്കി നിൽക്കുന്നു. നബി തങ്ങളുടെ മുമ്പിലെത്തി ഒട്ടകം നബി തങ്ങൾക്ക് മനുഷ്യൻ പറയുന്നത് പോലെ സലാം അറിയിക്കുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സാക്ഷിയാകുന്നു. എന്നിട്ട് നബി തങ്ങളോട് ആകെ വിസന്നനായി തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ കഴിയാതെ വിളർന്ന് തളർന്നു നിൽക്കുന്ന ആ യുവാവായ സ്വഹാബിയിലേക്ക് ഇശാറത്ത് ചെയ്തുകൊണ്ട് വിളിച്ചു പറഞ്ഞു, ഇന്നഹു ലം യുസ്രിഖ്നി. അയാൾ എന്നെ ഓട്ടിച്ചിട്ടില്ല, അയാള് പച്ച നിരപരാധിയാണ്. മുത്തുനബിയെ, ഇനി ആ പാപത്തിനെ വേദനിപ്പിക്കല്ല, ആ പാപത്തിനെ ചോദ്യം ചെയ്യല്ല, ആ പാപത്തിനെ വിഷമിപ്പിക്കല്ല. ആ പാപം എന്നെ ഓട്ടിച്ചിട്ടില്ല. എന്തേ സംഭവിച്ചു പറഞ്ഞു കൊടുക്കേ. ഇന്നലെ രാത്രിയും നേരത്തെ കരഞ്ഞുകൊണ്ടുവന്ന മുതലാളി, അദ്ദേഹമാണ് എന്റെ മുതലാളി. വർഷങ്ങളായി അദ്ദേഹത്തിന്റെ കീഴിലാണ് ഞാനുള്ളത്. ഇന്നലെയും അതുപോലെ അദ്ദേഹം എനിക്ക് രാത്രി ഭക്ഷണം തന്നു, എനിക്ക് വെള്ളം തന്നു, ആലയിൽ കൊണ്ടുവന്ന് എന്നെ കെട്ടിയിട്ടു, സുഖമായുള്ള ഉറക്കത്തിന്റെ വിശ്രമത്തിന് വേണ്ടിയുള്ള അവസരം തന്നു. അദ്ദേഹം പോയി സുഖമായി കിടന്നു. പാതിരാത്രി കഴിഞ്ഞപ്പോ, ഈ പ്രപഞ്ചം ഇരുളിന്റെ പുതപ്പ് പുതച്ച് കഴിഞ്ഞപ്പോ, ലോകത്തൊരു മനുഷ്യനും ഉണർന്നിരിക്കാത്ത നേരം നോക്കിയിട്ട് ഒരു പറ്റം കൊള്ളക്കാരനെ സമീപിച്ചു റസൂലുള്ളാഹ്. ആലയിക്കുന്നവരെന്നെ കടുത്ത് സ്വതന്ത്രമാക്കുന്നു, അവരെന്നെ കൊണ്ടുപോകുന്നു. നേരം വെളുക്കുന്നതിന് മുമ്പ് കാല്
മാർക്കറ്റിൽ എത്തിച്ചു. അവിടെ നിന്നുകൊണ്ട് അവരുടെ ഒട്ടകമാണെന്നുള്ള തരത്തിൽ എന്നെ സംബന്ധിച്ചവര് കള്ളത്തരം പറഞ്ഞു. ഈ പാവപ്പെട്ടവന് നേരത്തെ അവിടെ കടന്നു വന്നു. അവര് പറയുന്ന വാക്കുകൾ വിശ്വസിച്ചു. അത് സത്യമാണെന്ന് സത്യമാണെന്ന് തോന്നിയ ആ പാവം അവന് ചോദിച്ച വില കൊടുത്തുകൊണ്ട് എന്നെ വാങ്ങി നബിയേ, ഈ പാവം നിരപരാധിയാണ്, ഈ പാവം എന്നെ കൊള്ളയടിച്ചതല്ല എന്ന് പറഞ്ഞുകൊണ്ട് നബി തങ്ങളോട് ഒട്ടകം സംസാരിക്കുന്നു. എന്ത് വേണം? അത്ഭുതകരമായ അദ്ദേഹത്തിന്റെ നിരപരാധത്തിന് ഒട്ടകം സംസാരിച്ചു. നിരപരാധിത്വം തെളിയിക്കാൻ സന്തോഷമായി. അൽഹംദുലില്ലാ, മനസ്സ് നിറഞ്ഞു. മനസ്സും വജസ്സും വമസ്സും ഒക്കെ ജഗതിയന്താവിലേക്ക് തിരിഞ്ഞു. അൽഹംദുലില്ലാ, അള്ളാഹ്ക്ക് ഒരുപാട് ശുക്ർ പറഞ്ഞു. അപ്പോ നബി തങ്ങൾ അവരെ മുമ്പിൽ വെച്ചുകൊണ്ട് ഈ സ്വഹാബിയോട് ചോദിച്ചു, പിന്നെ ഈ ഒട്ടകം സംസാരിച്ചില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ നാണം കെടുമായിരുന്നു. അപ്പൊ ഈ ഒട്ടകം നിങ്ങൾക്ക് വേണ്ടി സംസാരിച്ച ഒരു അത്ഭുതം ഇവിടെ നടന്നു. ഈ അത്ഭുതം നടക്കാനുള്ള കാരണം നിങ്ങളെ നാവിൽ നിന്ന് എന്തോ ഒരു ചെറിയ മന്ത്രം ഇവിടെ ഉരുവിട്ടു. ഒരു അത്ഭുതകരമായ മന്ത്രമായിരുന്നു. ആ മന്ത്രം നിങ്ങൾ ഉച്ചരിച്ച് തീർന്ന ഉടനെ ആകാശത്തിന്റെ വ്യതിയാനം ഉണ്ടായിട്ട് അവിടെ നിന്ന് മലക്കുകൾ കൂട്ടമായി ഇറങ്ങി നിങ്ങളെ ചുണ്ടിൽ നിന്ന് നിർഗളിച്ച ആ ചെറുമന്ത്രത്തെ ബഹുമാന പുരസ്സരം അതിനെ സ്വീകരിച്ച് അവരങ്ങനെ തന്നെ തിരിച്ചു കൊണ്ടുപോവുകയും ചെയ്തു. ഇത് ഞാൻ കണ്ടു. അതുകൊണ്ട് എന്തായിരുന്നു ആ മന്ത്രം? ആ മന്ത്രം കാരണമാണ് ഇവിടെ ഈ അത്ഭുതം നടന്നത്. അതെന്താണെന്ന് ദൈവങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. സ്വഹാബാക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ മുത്തനബി പറയുന്നത് ഇവരറിയണം ആ മന്ത്രത്തിന്റെ വില. ഉടനെ ആ സ്വഹാബി പറയും, മുത്തനബിയെ ഞാൻ ആകെ നാണം കെട്ടു. അങ്ങനോട് തെളിവാന്തരാക്കാൻ പറഞ്ഞു. കണ്ടവരായി ആരുമില്ല, എന്റെ പരിചയക്കാരും. ഞാൻ നോക്കുമ്പോ ഇവരെല്ലാരും എന്തെങ്കിലും നോക്കിയാണ് ചുളിപ്പോയി. ഞാനിപ്പോ എന്ത് പറയും? മാടയിട്ടൊക്കെ അവിടെ കാര്യമില്ല. കാരണം മറ്റൊരാള് ശക്തമായി വാദിക്കാണ് അവരുടെ മൃഗോണെന്ന്. അതിലെല്ലാവരും അറിയുകയും ചെയ്യാൻ സാക്ഷികളുമാണ്. അപ്പൊ ഞാൻ ആകെപ്പെട്ടിങ്ങനെ നാണം കെട്ടി നിൽക്കേ. എന്താ ഒരു മാർഗം? അങ്ങനെ വേദനിച്ചിരിക്കുമ്പോ എന്റെ മനസ്സിനകത്തൊരു തോന്നലല്ല എന്ത് തന്നു. ഇവിടെ അത്ഭുതം നടക്കാതെ, ഒട്ടകം പറയാതെ, അല്ലെങ്കിൽ അതുപോലത്തെ അത്ഭുതം നടക്കാതെ നിന്റെ നിരപരാധിത്വം തെളിയിക്കപ്പെടില്ല. അത്ഭുതം നടക്കണമെങ്കിൽ അല്ലാഹുവിൽ നിന്ന് കനിവ് കിട്ടിയേ പറ്റൂ. അല്ലാഹുവിൽ നിന്ന് കനിവ് കിട്ടാനുള്ള ഏറ്റവും നല്ല മാർഗം, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത് അല്ലാഹുവിന്റെ ഹബീബാണ്. അല്ലാഹുവിന്റെ ഹബീബ് കരഞ്ഞാൽ അല്ലാഹു സഹിക്കില്ല. അല്ലാഹുവിന്റെ ഹബീബ് വേദനിച്ചാൽ അല്ലാഹു സഹിക്കില്ല. അല്ലാഹുവിന്റെ ഹബീബിന്റെ മനം നൊന്താൽ നൊന്തിച്ചവനെ അല്ലാഹു പുറത്തു തരില്ല. അത്രയേറെ അല്ലാഹുവിന് ഇഷ്ടമാണ് അല്ലാഹുവിന്റെ ഹബീബിനെ. അപ്പോ അല്ലാഹുവിന്റെ ഹബീബിനോട് അല്ലാഹുവിന് ഇത്രയേറെ ഇഷ്ടമാണെങ്കിൽ ആ ഹബീബിന്റെ പേരിൽ ചൊല്ലുന്ന സ്വലാത്തിന് അല്ലാഹു അതിന് മാത്രം ഇഷ്ടപ്പെടുന്നുണ്ട്. എന്റെ മനസ്സിനകത്ത് തോന്നി. ആ തോന്നല് വന്നതോടുകൂടി ഒരുപാട് സ്വലാത്ത് ചെല്ലാനുള്ള സാവകാശം എനിക്കിവിടെ ഇല്ലല്ലോ നബിയേ. ഒരുപാട് സമയം എനിക്ക് ഇല്ലല്ലോ റസൂലുള്ളാഹ്. അതുകൊണ്ട് തന്നെ അങ്ങയുടെ പേരിൽ ഒരൊറ്റ സ്വലാത്ത് ഞാൻ ചൊല്ലി നബിയേ. എന്റെ പെങ്ങളെ ചിന്തിച്ചോ, നിന്റെ പ്രയാസങ്ങളെ തീർത്തു തരാനുള്ള അത്ഭുത മന്ത്രം നിന്റെ ചുണ്ടിൽ നിന്ന് നിർഗളിക്കുമ്പോഴേക്ക് നീ കാണാത്ത ലോകത്തെ മലക്കുകൾ ഇറങ്ങിയിട്ട് ആ മന്ത്രത്തെ പെറുക്കി കൊണ്ടുപോകാൻ മാത്രമുള്ള അത്ഭുതമായ മന്ത്രം മുത്ത് റസൂലുള്ളാഹിയുടെ സ്വലാത്താണ്. ഒരുപാട് അനുഭവങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് വിഷമം വേണ്ട ഉമ്മ. എന്ത് പ്രയാസത്തിന്റെയും പരിഹാരത്തിന്റെ മുത്ത് റസൂലുള്ളാഹിന്റെ സ്വലാത്ത് ചൊല്ലിക്കോ. ഈ സ്വഹാബി നബി തങ്ങളോട് വിവരിച്ചു കൊടുക്കേ. അങ്ങനെ ഒരൊറ്റ സ്വലാത്ത് അങ്ങയുടെ പേരിൽ ചൊല്ലി റസൂലുള്ളാഹ്. എന്നിട്ട് ഞാൻ എന്റെ റബ്ബിനോട് പറഞ്ഞു, അല്ലാഹ് നിന്റെ ഹബീബായ എന്റെ ഓമന നേതാവിന്റെ പേരിൽ ഞാൻ ചൊല്ലിയ ഈ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് എന്റെ നിരപരാധിത്വം തെളിയിച്ചു തരണേ അല്ലാഹ്. എന്നെ നാണം കെടുത്തരുതേ അല്ലാഹ്. എന്നെ അപമാനിക്കരുതേ അല്ലാഹ്. എന്നെ കള്ളനാക്കി പരിചയപ്പെടുത്തി കളയരുതേ അല്ലാഹ്.
മനംനൊന്നുകൊണ്ട് ആ സ്വലാത്തിനെ വസീലയാക്കെന്റെ റബ്ബിനോട് പറഞ്ഞു. അത് പറഞ്ഞു തീരുമ്പോഴേക്ക് ഞാൻ പോലും അത്ഭുതപ്പെട്ടു പോകുന്ന തരത്തിൽ ആ ഒട്ടകം അങ്ങയോട് സലാം പറയുന്നതാണ് ഞാനും കേട്ടത് നബിയേ. ഇതാണ് സ്വലാത്ത് എന്ന അത്ഭുതം. ഒരൊറ്റ സ്വലാത്തല്ല, അത് ചൊല്ലിയിട്ട് അദ്ദേഹം റബ്ബിനോടൊന്ന് യാചിച്ചപ്പോ അന്ന് ഉത്തരം കൊടുത്തെങ്കിൽ ഇന്നും ഈ അത്ഭുതങ്ങൾ ഇപ്പോഴും നമ്മുടെ നാടുകളിൽ അടക്കം നടക്കുന്നുണ്ട്. സ്വലാത്ത് ചൊല്ലി 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 മുത്ത് റസൂലുള്ളാഹിയുടെ സ്വന്തം. പക്ഷേ അതിന് കൽബിലൊരു സ്ഥാനം വേണം. വെറുതെ ഇങ്ങനെ നാവുകൊണ്ട് പടപടാടിച്ച് എന്തൊക്കെ പറയുന്നത്, കൽബ് വേറെ എവിടെ മൊബൈലും കുത്തി പിടിച്ചിങ്ങനെ, അതിനും പ്രതിഫലമുണ്ട്. സ്വലാത്തിന് അതിനും പ്രതിഫലമുണ്ട്. പക്ഷെ അങ്ങനെ ആവരുത്. നമ്മുടെ മനസ്സിൽ നിന്ന് ജന്മെടുക്കണം ആ സ്വലാത്ത്. അതായത് നമ്മുടെ ആത്മാവ് അറിയണം. ആത്മാവിന്റെ കേന്ദ്രമാണ് നമ്മുടെ കൽബ്. ആ കൽബ് രുചിക്കണം നമ്മൾ ചെല്ലുന്ന സ്വലാത്ത്. ആ കൽബ് അറിയണം. ആ അറിഞ്ഞുകൊണ്ട് ചെല്ലുന്ന ഓരോ സ്വലാത്തിന്റെയും മഹത്വം അത്ഭുതമാണ്. ഒരുപാടുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞു, വലിയ വലിയ പ്രവാചകന്മാരോട് പോലും അല്ലാഹുവിന്റെ കൽപ്പനയില്ല. മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമിനോട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗറാത്തിലുള്ള നിർദ്ദേശം നൽകിയത് മഹാനായ കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു, താബീങ്ങളിൽപ്പെട്ട മഹാനാണ്. മുത്തനബിയുടെ കാലത്ത് ജീവിച്ചു വിശ്വസിച്ചില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് വിശ്വസിച്ച മഹാനായ കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു വലിയ വേദ പണ്ഡിതനാണ്. ആ വേദ പണ്ഡിതനായ കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, തൗറാത്തിലൂടെ മൂസ നബിയോട് അല്ലാഹു തആല ചില ഉപദേശങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ ഉപദേശങ്ങളെ മഹാനർ തന്നെ വെളിവാക്കി കൊടുത്തത് ഇങ്ങനെ പറയാം. ഒന്ന്, ലൗലാ മൻ യശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനായി മറ്റാരുമില്ലെന്ന് വിശ്വസിക്കുന്ന വിശ്വാസികൾ മൂസ നബിയെ ഈ ഭൂമിയിൽ ഇല്ലായിരുന്നുവെങ്കിൽ, തൗഹീദ് വിശ്വസിക്കുന്നവർ ഈ ഭൂമിയിൽ ഇല്ലായിരുന്നുവെങ്കിൽ, അങ്ങനത്തെ ഒരു വിഭാഗത്തെ ഞാൻ പടക്കില്ലായിരുന്നുവെങ്കിൽ, ജഹന്നമാകുന്ന നരകത്തെ ഈ ഭൂമിയുടെ മേൽ ഞാൻ ഉരുക്കി ഒഴിക്കുമായിരുന്നുവെന്ന് മൂസ നബിയോട് അല്ലാഹുവിന്റെ കൽപ്പനയാണ്. വീണ്ടും മൂസ നബിയോട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് രണ്ടാമത് അക്കൂട്ടത്തിൽ പറഞ്ഞ രണ്ടാമത്തെ ഉപദേശം മൂസ നബി, ഇദാ ലഖീതൽ മസാകീന, നിങ്ങൾ സമൂഹത്തിലെ പാവങ്ങളെ കണ്ടുമുട്ടിയാൽ, അശരണരെ, നിരാലംബരെ, ആലംബഹീനരെ, അനാഥരെ, വിധവകളെ, ആർക്കും വേണ്ടാത്ത പഴന്തുണികൾ മാത്രം വസ്ത്രമാക്കി നടക്കുന്ന പച്ച പാവങ്ങളില്ലേ, ഉടുത്തിരിക്കുന്ന ഡ്രസ്സൊന്നും മാറ്റി ധരിക്കാൻ പോലും ഡ്രസ്സില്ലാത്ത വിധം അഴുക്ക് പുരണ്ട് വിയർപ്പ് പുരണ്ട് ജീവിക്കാൻ മാത്രം വിധിക്കപ്പെട്ട പട്ടിണി പാവങ്ങൾ. ഈ പാവങ്ങൾക്ക് സമൂഹം വില കൽപ്പിക്കില്ല. അവർക്ക് രോഗം വന്നാൽ ആരും ഉണ്ടാവില്ല കാണാൻ. അവര് ക്ഷണിക്കപ്പെടുന്ന മജ്‌ലിസുകൾ ഉണ്ടാകൂല, അവര് ക്ഷണിക്കപ്പെടുന്ന ആഘോഷങ്ങൾ ഉണ്ടാകൂല, അവരെ വീട്ടിൽ ഒരു മരണം വന്നാൽ ഓടിയെടുക്കാൻ ആളുണ്ടാവൂല. അങ്ങനെ സമൂഹം ഒറ്റപ്പെടുത്തുന്ന മനുഷ്യരുടെ പാവങ്ങൾ, അവരെ നിങ്ങൾ കണ്ടുമുട്ടിയാൽ അവരോട് നിങ്ങൾ പെരുമാറണം, അവരോട് നിങ്ങൾ പുഞ്ചിരിക്കണം, അവരോട് നിങ്ങൾ ഇടപെടണം. എങ്ങനെ? ഇത് മൂസ നബി ചെയ്യാനില്ല, മൂസ നബിയിലൂടെ നമ്മളെ പഠിപ്പിക്കേണ്ട ദീനിന്റെ സംസ്കാരം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്, അതാണ് പരിശുദ്ധമായ മുത്തനബിയുടെ ഉമ്മത്തിയിലെ വലിയ വലിയ മഹത്തുക്കളിലൂടെ നമ്മിലും ഇത് പഠിപ്പിക്കപ്പെടുന്നത്. ആ സമൂഹത്തിൽ കാഴയ്ക്കിടയിലുള്ളവരോട് നിങ്ങൾ പെരുമാറണം. ചക്രവർത്തിമാരോട് പെരുമാറും പോലെ, സമ്പന്നരോട് പെരുമാറും പോലെ, മുതലാളിമാരോട് പെരുമാറും പോലെ, പ്രമുഖന്മാരോട് പെരുമാറും പോലെ, ധനാഢ്യന്മാരോട് പെരുമാറും പോലെ ആ പാവങ്ങളോട് നിങ്ങൾ പെരുമാറണം. അഥവാ നിങ്ങൾ അങ്ങനെ പെരുമാറാതെ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന്റെ മനസ്സ് നൊമ്പരപ്പെടുത്തി നിങ്ങൾ അവഗണിക്കുകയോ നിങ്ങൾ അകറ്റുകയോ നിങ്ങൾ വെറുക്കുകയോ ചെയ്താൽ, മൂസ നബിയെ, നിങ്ങൾ എനിക്ക് വേണ്ടി കാലങ്ങളായി ചെയ്തു വെച്ചിരിക്കുന്ന അമലുകളില്ലേ, അത് മുഴുവനും ഭൂമിയുടെ ഉള്ളറയിലേക്ക് കുടിച്ചു മൂടിക്കളഞ്ഞാൽ എന്നിൽ നിന്ന് നിങ്ങൾ ഒന്നും പ്രതീക്ഷിക്കരുത്. എന്റെ ദീനിന്റെ ഇശാഅത്തിന് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ പ്രബോധനത്തിന്റെ ഭാരമായ ഉത്തരവാദിത്വത്തെ പോലും ഞാൻ കണ്ടില്ലെന്ന് വെച്ച്
മൂസ നബിയോട് റബ്ബ് പറയുന്ന വാക്കാണ്. അക്കൂട്ടത്തിൽ അല്ലാഹു മൂസാ നബിയോട് മൂന്നാമത് പറഞ്ഞ വാക്ക്, മൂസ നബിയെ അത്തുഹിബ്ബു അല്ലാ യനാലക മിനൽ അത്സി യൗമൽ ഖിയാമ, നാളെ ഖിയാമത്ത് നാളിൽ നിങ്ങൾക്ക് ദാഹിക്കാതിരിക്കണോ? മൂസ നബിയോടും ചോദിക്കാൻ, നിങ്ങൾക്ക് ദാഹിക്കാതിരിക്കണോ നാളത്തെ മഹ്ശറ? നമ്മൾ വിചാരിക്കണ ചെറുതല്ല, മഹ്ശറ വലുതാ. നമ്മള് മദ്രസയിൽ പഠിച്ച മഹ്ശറയിൽ അവിടെ ഇരിക്കരുത്. അതൊക്കെ പറഞ്ഞു തരാൻ പറ്റിയ അസംബസരി ഉസ്താദുണ്ട്, ഈ ഇരിക്കുന്ന മുതിർന്ന ഉസ്താദുമാരുണ്ട്. അവരോട് ചോദിച്ചാൽ അവർ പറഞ്ഞിരും, അവരുടെ ഉള്ളിലുണ്ട്. നമ്മളിപ്പോഴും മദ്രസയിൽ പഠിച്ച ഒരു ചാണകലെ കത്തിച്ചിടുന്ന സൂര്യൻ അല്ലെ, അതിന്റെ താഴെ നിർത്തപ്പെടുന്ന അവസ്ഥ, അതിനപ്പുറം നമുക്ക് മഹ്ശറ അറിയില്ല. യൗമ തശഖഖു السماء بالغمام ونزل الملائكة تنزيلا الملك يومئذ الحق للرحمن وكان يوما على الكافرين عسيرا. അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു കർമ്മലോകത്ത് ചോദ്യം ചെയ്യപ്പെടാത്ത 4 മദ്ഹബിന്റെ അമരക്കാരിൽ ചോദ്യം ചെയ്യപ്പെടാത്ത അനുഗ്രഹീത അമരക്കാരനാകുന്ന മഹാനായ സയ്യിദുനാ അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു പരിശുദ്ധമായ ഇശാ നിസ്കാരത്തിന്റെ പള്ളിയിലെത്തുന്നു. പള്ളിയിൽ നിന്നുകൊണ്ട് ഇശാ നിസ്കരിക്കുന്നു. ആ ഇശാ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം അതിനുമായി ബന്ധപ്പെട്ട വിറുതുകളും ദിക്റുകളും ഒക്കെ കഴിഞ്ഞതിന് ശേഷം തന്റെ വീട്ടിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നു. അങ്ങനെ തയ്യാറെടുത്തുകൊണ്ട് പള്ളിയിൽ നിന്നിറങ്ങാൻ തയ്യാറായി നിൽക്കുമ്പോ പള്ളിയുടെ ഓരത്തിരുന്നുകൊണ്ട് ഒരാള് ഖുർആൻ ഓതുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹാ വഖാലൽ ഇൻസാനു മാ ലഹാ യൗമഇദിൻ തുഹദ്ദിഥു അഖ്ബാറഹാ ബിഅന്ന റബ്ബക ഔഹാ ലഹാ യൗമഇദിൻ يصدر الناس أشتاتا ليروا أعمالهم فمن يعمل مثقال ذرة خيرا يره ومن يعمل مثقال ذرة شرا يره. മഹ്ശറയാണ് ചർച്ച. ആ മഹ്ശറയെ കുറിച്ചുള്ള ചർച്ചയാണ് വിശുദ്ധമായ ആയത്തിന്റെ ഉള്ളിൽ, സൂറത്തിന്റെ ഉള്ളിൽ അല്ലാഹു ഒതുക്കി വെച്ചിരിക്കുന്നത്. ഖിയാമത്ത് നാളും അനുബന്ധമായ മഹ്ശറയും. ഈ മഹ്ശറയെ സംബന്ധിച്ചുള്ള ആയത്ത് ഇങ്ങനെ കേട്ടതോടുകൂടി അബൂ ഹനീഫ തങ്ങളെ പള്ളി മറക്കുന്നു, തന്റെ വീട് മറക്കുന്നു, തന്റെ ശരീരം മറക്കുന്നു. ഗഹനമായ മഹ്ശറയിലേക്ക് ചിന്ത പറക്കുന്നു. അല്ലാഹ് തന്റെ വലത് കൈത്തലം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മഹാനരുടെ നീളമുള്ള വട്ടത്താടി, വലിയ ചിന്തകന്റെ പ്രകടനം പോലെ ആ താടി ഇങ്ങനെ പിടിച്ചു വലിക്കുന്നു. അതേ നൃത്തം നിന്ന് പ്രിയപ്പെട്ടവരെ, ഒന്ന് ചലിച്ചിട്ടില്ല, ഒന്ന് മാറിയിട്ടില്ല, ഒന്ന് തിരിഞ്ഞിട്ടില്ല. അതിനിടയിൽ തന്നെ ചിന്ത മാറിയിട്ടില്ല. നേരം വെളുത്ത് സുബഹിയുടെ സമയമെത്തുന്നത് വരെ ആ ഒരൊറ്റ നൃത്തം നിന്നുകൊണ്ട് ചിന്തിച്ചത് മുഴുവനും മഹ്ശറയുടെ വിപ്ലവങ്ങളായിരുന്നുവെങ്കിൽ നമുക്കാകെ അറിയുന്നത് ഒരു സൂര്യൻ അല്ലേ, പിന്നെ ഒരു ഹിസാബ്, ഒരു ത്രാസ്, അത് 1 മിനിറ്റ് കൊണ്ട് ചിന്തിക്കാനും പറയാനും കേൾക്കാനും. അതിനപ്പുറം വിവരം നമ്മളെ കയ്യിലില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ആ മഹ്ശറയിലെ നാളെ വെള്ളം കുടിച്ചുകൊണ്ട് ദാഹം തീർക്കണോ? റബ്ബിന്റെ ചോദ്യമാണ് മൂസ നബിയോട്. തഫക്കർതു ഫീ ഖൗലിൽ ഹിസാബി വഅർദിഹി വദുല്ലി മഖാബിഈന അഅതാ കിതാബിയാ.
നഅം യാ അല്ലാഹ് ഇലാഹി നഅം. എനിക്കവിടെ ദാഹിക്കാതിരിക്കണം, എനിക്കവിടെ ഒരിക്കലും ദാഹമുണ്ടാകാതെ സലാമത്താകണം. എന്താണ് അതിന്റെ വഴിയെന്ന് മുത്ത് മഹാനായ മൂസ നബി അലൈഹിസ്സലാം റബ്ബിനോട് ചോദിക്കുമ്പോ അല്ലാഹു മൂസ നബിയോട് പറഞ്ഞു കൊടുത്ത മറുപടി, മൂസ നബിയെ, ഇനിയൊരു പ്രവാചകൻ വരാനുണ്ട്, മുഹമ്മദ് നബി എന്ന പ്രവാചകൻ. അലൈഹിസ്സലാം. അൽഹംദുലില്ലാ ഉസ്താദ് എത്തി. അപ്പൊ ഇനി നമ്മളെ സമയം കഴിഞ്ഞു. ഇനി ഉസ്താദാണല്ലോ പറയാനുള്ളത്, ഉസ്താദാണ് നമുക്ക് ദുആ ചെയ്യാനുള്ളത്. അല്ലാഹു അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. ഹസൻ ഉസ്താദ് പറയുന്നു, ഈ ആഴ്ച മുമ്പ് കണ്ടപ്പോ ഞാൻ മരിച്ചതോടെ പോയത് ഉസ്താദ്, മരിച്ചെടുത്ത് വെച്ച് അവിടെ അല്ല ഉസ്താദിനെ കാണാൻ ഒരു സംഭവം പറഞ്ഞിരുന്നല്ലോ, അവിടെ പോയതാണ്. അവിടെ പോയി കണ്ടതേ ഉള്ളൂ. കണ്ട് ഈ വിഷയം പറഞ്ഞോണ്ടേ തിരക്കാണ്, അതാണ് ഇതാണ്. ഒന്നാമത് ഇപ്പൊ തിരക്കിന്റെ സമയം, എന്നിട്ട് അതൊന്നും പറഞ്ഞില്ല. ആ പറയുന്ന സമയം കണക്കാക്കി ഇൻഷാല്ലാ ഞാൻ വരാം. അതിനിടയിൽ വേറെ എന്തോ പരിപാടിയുണ്ട്. പക്ഷേ ഈ പറയപ്പെടുന്ന സമയത്ത് ഞാൻ എത്താന്ന് സമ്മതിച്ച ആ പ്രിയപ്പെട്ട ഗുരു നമുക്കൊക്കെയും വലിയ മാതൃകയാണ്. അല്ലാഹു അവരുടെ ബറക്കത്ത് കൊണ്ട്, അവരുടെ ഇഖ്ലാസ്, അവരുടെ തഖ്വ, അവരുടെ ആത്മാർത്ഥത, അവരുടെ റിയായില്ലാത്ത, അവരുടെ ശിർക്കുൽ അസ്ഗർ ഇല്ലാത്ത ആ നിഷ്കളങ്കത അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. അവരുടെയൊക്കെ പാത പിന്തുടർന്നുകൊണ്ട് മുത്തുനബി അറിയാൻ, മുത്തുനബി അലിയാൻ, അള്ളാഹുവിന്റെ മഅരിഫത്ത് രുചിക്കാനും അനുഭവിക്കാനും, അതിലൂടെ റബ്ബിനെ അറിയാനും റബ്ബിൽ ലയിക്കാനും അവരുടെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പൊ അതിനൊക്കെയുള്ള ഉത്തരമായി അള്ളാഹു പറഞ്ഞത് നബിത്തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചെല്ലാനാണ്. അപ്പൊ അതുകൊണ്ട് ദുനിയാവിന്റെ, ആഖിറത്തിന്റെ, മരണത്തിന്റെ, ഖബറിന്റെ, ബർസഖിന്റെ എല്ലാത്തിന്റെയും വിജയത്തിന്റെ അത്ഭുതകരമായ മന്ത്രം അത് സ്വലാത്താണ്. അത് ജീവിതമാക്കണം, പതിവാക്കണം. അല്ലാഹു ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് നമുക്ക് അതിനൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.